നിങ്ങൾ മോസസിന്റെ കഥ കേട്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ മോസ, അദ്ദേഹം ഈജിപ്തിലെ ഫറോയുടെ കയ്യിൽ നിന്നും ലക്ഷക്കണക്കിന് വരുന്ന അടിമകളെ രക്ഷപ്പെടുത്തി കൊണ്ടുപോയ ആ കഥ കേട്ടിട്ടുണ്ടോ നിങ്ങൾ? എന്നാൽ ഇന്നത്തെ കഥ അതാണ്. തന്റെ മാന്ത്രിക ശക്തിയാൽ മോസസ് കടലിനെ രണ്ടാക്കി പിളർത്തിയ ആ കഥ ഫറോവയുടെ വളർത്തുമകനായിട്ടും അടിമകൾക്ക് വേണ്ടി യുദ്ധം ചെയ്യാൻ തയ്യാറായ മോസസിന്റെ കഥ. പലപ്പോഴും ഈ കഥകളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിലും അതിന്റെ ആ ഒരു ദൃശ്യ ഭംഗിയുണ്ടല്ലോ, അത് നിങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല. എന്നാൽ നമുക്ക് പോകാം 3300 വർഷങ്ങൾക്ക് മുന്നേ നടന്ന ആ കഥയിലേക്ക്. ആ ചരിത്രയുടെ തുടക്കം ഏകദേശം ക്രിസ്തു ജനിക്കുന്നതിനും 1300 വർഷങ്ങൾക്ക് മുന്നെയാണ്. അതായത് ഇന്നത്തെ കാലഘട്ടത്തിനും 3300 വർഷങ്ങൾക്ക് മുൻപേ അങ്ങ് ഈജിപ്ത് എന്ന രാജ്യത്തിലെ ഒരുപാട് ലക്ഷക്കണക്കിന് അടിമകൾ ഉണ്ടായിരുന്നു. അവരുടെ പേരാണ്, അല്ലെങ്കിൽ അവരുടെ ഗോത്രത്തിന്റെ പേരാണ് ഹീബ്രൂസ്. 400 വർഷങ്ങളായിട്ട് അവർ ആ നഗരത്തിലെ അടിമകളായിട്ട് കഴിയുകയാണ്. ആ നഗരത്തെ, അവിടെയുള്ള ശിലകളെ എല്ലാത്തിനെയും കെട്ടി പടുത്തു ഉയർത്തിയത് അവരുടെ രക്തത്തിലായിരുന്നു, അവരുടെ അധ്വാനത്തിലായിരുന്നു. പക്ഷേ ഈ 400 വർഷത്തോളം അവർ അവരുടെ പൂർവികരെയും അവരുടെ ജന്മദേശത്തെയും മറന്നില്ല. അങ്ങോട്ടേക്ക് എങ്ങനെയെങ്കിലും തിരിച്ചു പോകണം, അതാണ് അവരുടെ എല്ലാവരുടെയും ആഗ്രഹം. അവരുടെ ദൈവവും അവരെ മറന്നിട്ടില്ല. തീർച്ചയായിട്ടും അവർക്കൊരു രക്ഷകനെ അദ്ദേഹം കൊടുക്കുന്നതാണ്. ഇപ്പോ ആ ഈജിപ്തിലെ ഒരു വലിയ കൊട്ടാരത്തിലാണ് കാണിക്കുന്നത്. കൊട്ടാരം എന്ന് പറയുമ്പോൾ അവിടുത്തെ ഫറവയുടെ കൊട്ടാരം, മെഫിസിന്റെ കൊട്ടാരം. അവിടെ ഇപ്പൊ കുറച്ച് ആളുകൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ രാജസദസ്സിൽ ഇപ്പോ ഫറവയുണ്ട്, ഫറവയുടെ മകനായിട്ടുള്ള റാംസിസ് ഉണ്ട്, അതുപോലെ തന്നെ മോശയും ഉണ്ട്. റാംസിസ് മെഫിസിസ് ഫറവയുടെ മകനാണെങ്കിൽ മോശ അദ്ദേഹത്തിന്റെ വളർത്തുമകനാണ്. അവരിപ്പോ അവിടെ ചർച്ച ചെയ്യുന്നത് അവരുടെ രാജ്യത്തിന്റെ അതിർത്തിയിലായിട്ട് കുറച്ച് ആളുകൾ വന്നിട്ട് തമ്പടിച്ചിട്ടുണ്ട്. ഫിത്യ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗ്രൂപ്പ്. പക്ഷെ അവരെന്തിനാണ് അങ്ങോട്ടേക്ക് വന്നത് എന്നൊന്നും ഇവർക്ക് അറിയില്ല. അപ്പൊ അവര് വിചാരിച്ചിരിക്കുന്നത് ഫറവയുടെ വലിയൊരു സൈന്യം അവരെ അറ്റാക്ക് ചെയ്യാൻ പോകും, അവർ ഈ യുദ്ധത്തിന് തയ്യാറായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. പക്ഷെ ഫറവ പറയാണ്, നമ്മൾ അങ്ങനെ ഒരു നീക്കത്തിനല്ലല്ലോ നിൽക്കുന്നത്. പിന്നീട് മെഫിസിസ് ഫറവ പറയുകയാണ്, എന്തായാലും അവർ ഈ മതിലിന്റെ അടുത്ത് വരുന്നത് വരെ കാത്തു നിൽക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല. തീർച്ചയായിട്ടും നിങ്ങൾ വലിയൊരു സൈന്യമായി ചെന്നിട്ട് അവരെ അറ്റാക്ക് ചെയ്ത് അവിടുന്ന് ഓടിപ്പിക്കണം. പിന്നെ ഈ ഫറോവയ്ക്കും അവിടെയുള്ളവർക്കൊക്കെ ഈ ജ്യോത്സ്യത്തിലും മന്ത്രവാദത്തിലൊക്കെ വിശ്വാസം ഉണ്ടായിരുന്നു. അപ്പൊ ഒരു മന്ത്രവാദിയെ കൊണ്ടിട്ട് അവിടുത്തെ ഭാവി എന്തായിരിക്കും ഭാവി എന്ന് പ്രവചിപ്പിക്കുകയാണ്. അവരിപ്പോ ആ മന്ത്രവാദിനിയായ സ്ത്രീ ഒരു പക്ഷിയുടെ, എന്താണ് പക്ഷിയുടെ പേരെന്ന് എനിക്കറിയില്ല, ഇപ്പോ ആ പക്ഷിയുടെ നെഞ്ചിന്റെ ഭാഗം കീറിയിട്ട് അതിന്റെ ഹൃദയം പുറത്തേക്കിട്ട് ആ മന്ത്രവാദിനി ഒരു തീയിലേക്ക് ഇടുകയാണ്. അവൾ ഭാവി പ്രവചിക്കാൻ ശ്രമിക്കുകയാണ്. അവളിപ്പോ പറയുകയാണ്, എന്താണ് ഭാവി, യുദ്ധത്തിൽ എന്ത് സംഭവിക്കുമെന്ന് എനിക്ക് വ്യക്തമായിട്ട് പറയാനില്ല, പക്ഷെ അവിടെ നടക്കുന്ന ഒരു സംഭവത്തെ വ്യക്തമായിട്ട് എനിക്ക് കാണാൻ കഴിയുന്നുണ്ട്. ആ കാര്യം ഇപ്പൊ ആ മന്ത്രവാദിനി പറയുകയാണ്. യുദ്ധത്തിൽ ഒരു നേതാവ് മറ്റൊരു നേതാവിനാൽ രക്ഷപ്പെടുകയാണെങ്കിൽ ആ രക്ഷപ്പെടുത്തിയ നേതാവ് വലിയൊരു ജനത്തിന്റെ നേതാവായി ഭാവിയിൽ മാറുന്നതാണ്. ഇത് കേട്ട സമയത്ത് ഫറോവയുടെ മകനായിട്ടുള്ള റാംസിസിന്റെ മുഖം മാറുകയാണ്. എന്തായാലും യുദ്ധത്തിനുള്ള പടയൊരുക്കങ്ങളൊക്കെ നടത്താൻ തന്നെ മെഫിസിസ് ഫറോവ പറയുകയാണ്. പിന്നീട് മോശയും റാംസിസും കൂടെ അതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്താൻ വേണ്ടി പോവുകയാണ്. ഇതേ സമയം റാംസിസിന്റെ മുഖത്ത് നല്ല വാട്ടുണ്ട്. ഈ സമയത്ത് മോശ റാംസിസിന്റെ അടുത്ത് പറയുകയാണ്, റാംസിസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വിശ്വസിക്കേണ്ട, എനിക്കാണെങ്കിൽ ഇങ്ങനത്തെ ഒരു കാര്യത്തിലും ഒരു വിശ്വാസവും ഇല്ല, ഞാൻ ഒരിക്കലും എന്റെ ഭാഗത്തുനിന്ന് ഒരു തെറ്റും വരാതെ തന്നെ സൂക്ഷിച്ചോളാം. റാംസിസിന്റെ ഭയം അത് തന്നെയായിരുന്നു, അവന്റെ അധികാരം നഷ്ടപ്പെടുമോ എന്നുള്ളത്. അതായത് ഭാവി ഫറോവയാകാൻ പോകുന്നത് റാംസിസ് ആണ്. പിന്നീട് മെഫിസിസ് ഫറോവ ഇവർക്ക് രണ്ടുപേർക്കുമായിട്ട്, റാംസിസിനും മോശയ്ക്കും വേണ്ടി നല്ല പ്രത്യേക രീതിയിലുള്ള ഒരു വാള് തന്നെ സമ്മാനിക്കുകയാണ്. ആ യുദ്ധത്തിൽ തിളങ്ങാൻ വേണ്ടി, വിജയിക്കാൻ വേണ്ടി. മോശയോടും റാംസിസിന്റെ അടുത്തും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കാൻ തന്നെ ഇപ്പൊ ഫറോവ പറയുകയാണ്. അതിനുശേഷം അവർ വലിയൊരു സംഘവുമായിട്ട് ആ ഒരു സ്ഥലത്തേക്ക് യുദ്ധത്തിന് പോവുകയാണ്. അവിടെയുള്ള എല്ലാവരും അവർക്ക് ആശംസകൾ കൊടുക്കുകയാണ്. അങ്ങനെ ഈജിപ്തിലെ ആ വലിയൊരു പട ഈ ഫിത്യ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഗ്രൂപ്പിനെ ലക്ഷ്യമാക്കി പോയിക്കൊണ്ടിരിക്കുകയാണ്. മലകൾ താണ്ടി ഒരുപാട് പ്രദേശങ്ങളൊക്കെ താണ്ടി അവർ ആ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അവരിങ്ങനെ ആ പർവ്വതത്തിന്റെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ ഒരു പരന്ന പ്രദേശത്തായിട്ട് ഒരുപാട് ആളുകൾ ടെമ്പടിച്ച് നിൽക്കുന്നുണ്ട്. പിന്നീട് അവർ ആ പടയെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി തന്നെ അങ്ങോട്ടേക്ക് പോവുകയാണ്. ഇപ്പോ ഫിത്യ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഗ്രൂപ്പിനെ കാണുകയാണ്. അവിടെ ഒരുപാട് സ്ത്രീകളുണ്ട്, കുട്ടികളുണ്ട്, ആണുങ്ങളുണ്ട്. അപ്പൊ അവരെല്ലാവരും എന്താ പറയാ, യുദ്ധത്തിനുള്ള തയ്യാറെടുപ്പ് നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ അവരെന്തോ അതിജീവനത്തിന് വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു ഇങ്ങോട്ടേക്ക് എത്തിയത്. ഇപ്പൊ ഫിത്യയുടെ ഒരു കുതിര പോരാളി അവരുടെ ഇടയിലേക്ക് ഓടി വന്നിട്ട് പറയുകയാണ്, ഈജിപ്ഷ്യൻസ് അറ്റാക്ക് ചെയ്യാൻ വരുന്നുണ്ട്. ഇപ്പൊ ഫിത്യയിലെ എല്ലാ ആളുകളും തയ്യാറായി, എല്ലാ യോദ്ധാക്കളും അവരുടെ വാളുകളുമായിട്ട് അവരുടെ ആ ഒരു ഗ്രൂപ്പിന്റെ മുന്നിലേക്കായി പോയി അണിനിരന്ന് നിൽക്കുകയാണ്. അവർ കാത്തു നിൽക്കുകയാണ് ഈജിപ്തുകാരുടെ ആ ഒരു പടയെ വരാൻ വേണ്ടി. ഈജിപ്ഷ്യൻസിന്റെ വലിയൊരു പട തന്നെയായിരുന്നു. കുതിര പോരാളികളുണ്ട്, അതുപോലെ തന്നെ തേരുകളുണ്ട്. അങ്ങനെ ആ ഒരു രണ്ട് സൈന്യം തമ്മിൽ ഏറ്റുമുട്ടുകയാണ്. തുടക്കത്തിലൊന്നും ഈ ഫിത്യക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല, കാരണം അത്രത്തോളം ശക്തമായിരുന്നു ഈജിപ്ഷ്യൻസ്. അങ്ങനെ ഫിത്യ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഗോത്രത്തെ അവരിങ്ങനെ ആക്രമിച്ച് കീഴ്പ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. നന്നായിട്ട് തന്നെ മോശയും റാംസിസും പോരാടുന്നുണ്ട്. ഈ ഒരു
സമയത്താണ് റാംസിസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന അവന്റെ ആ ഒരു തേരുണ്ടല്ലോ അത് മറ്റൊരു തേരുമായി കൂട്ടിയിടിച്ച് തകർന്ന് അത് നിലത്ത് വീഴുകയാണ്. റാംസിസ് ഫറോവ ഇപ്പോ നിലത്തേക്ക് വീണു. ഈ ഒരു കാഴ്ചകളൊക്കെ മോശ കാണുന്നുണ്ട്. ഇപ്പൊ റാംസിസിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിട്ട് തന്നെ കുറച്ച് ആളുകൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു തേര് ഫറോവയുടെ നേരെ വരുന്നുണ്ട്. പെട്ടെന്ന് തന്നെ മോശ ആ ഒരു തേരിനെ തകർത്ത് കളയുകയാണ്. പോരാത്തതിന് ഈ ഫറോവയെ അറ്റാക്ക് ചെയ്യാൻ വരുന്നവരെയും ഈ മോശ കൊന്നു കളയുകയാണ്. ഇതേ സമയം റാംസിസിന്റെ മൈൻഡ് ആകെ തെറ്റിപ്പോവുകയാണ്. കാരണം മന്ത്രവാദിനി പ്രവചിച്ചതുപോലെ ഇവിടെ സംഭവിച്ചിരിക്കുന്നു. യുദ്ധത്തിൽ ഒരു നേതാവിനെ മറ്റൊരു നേതാവ് സംരക്ഷിച്ചിട്ടുണ്ടെങ്കിൽ, പ്രൊട്ടക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സംരക്ഷിച്ചവൻ പിന്നീട് വലിയൊരു ഗ്രൂപ്പിന്റെ നേതാവായി മാറും. റാംസിസിന് ആകെ കൺഫ്യൂഷനായി. ഇപ്പൊ ആ ഒരു യുദ്ധത്തിൽ എല്ലാവരും തോൽപ്പിച്ചുകൊണ്ട് തന്നെ ആ ഒരു സൈന്യം ഈജിപ്തിലേക്ക് തിരിച്ചു പോവുകയാണ്. അവര് ഈജിപ്തിലെ ജനങ്ങള് വരവേറ്റു. അങ്ങനെ കുറച്ചു നേരം കഴിഞ്ഞു. ഇപ്പൊ മോശ മെഫിസിസ് ഫറോവയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. യുദ്ധത്തിൽ നടന്ന കാര്യങ്ങളൊക്കെ ഫറോവ ചോദിച്ചു. മോശ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. ഫറോവ ചോദിച്ചു, യുദ്ധത്തിന്റെ ഇടയിൽ വെച്ച് എന്റെ മകനെ നീ സംരക്ഷിച്ചു എന്നത് സത്യം തന്നെയാണോ? ഇപ്പൊ ഒരു മടിയോടുകൂടി തന്നെ മോശ ആ എന്ന് പറയുകയാണ്. മോശ ഫറോവയോട് പറഞ്ഞു, അങ്ങ് വിചാരിക്കുന്നത് പോലെ ഈ ഒരു പദവിയോ രാജ്യത്തിന്റെ അധികാരം ഒരിക്കലും ഞാൻ തട്ടിയെടുക്കാൻ ശ്രമിക്കില്ല. അത് അങ്ങയുടെ മകന് തന്നെയാണ്. ഇപ്പൊ ഫറോവ പറയുകയാണ്, എന്തുകൊണ്ടും എന്റെ മകനേക്കാളും അതിന് യോഗ്യം നീ തന്നെയാണ്. അങ്ങനെ കുറച്ചു സമയം കഴിഞ്ഞു. ഇവർക്ക് രണ്ടുപേർക്കുമായിട്ട്, അതായത് മോശയ്ക്കും റാംസിസിനുമായിട്ട് അവിടെയുള്ള ഗുരുക്കന്മാര് ഓരോ ക്ലാസ്സുകളൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഈ ക്ലാസ്സുകളൊക്കെ ഒരു അലസതയോടുകൂടിയാണ് റാംസിസ് കേൾക്കുന്നത്. ഇപ്പൊ മെഫിസിസ് ഫറോവ റാംസിയുടെ അടുത്ത് പറയുകയാണ്, നീ കുറച്ച് ശ്രദ്ധയൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊടുക്കണം. രാജ്യത്തിന്റെ കാര്യത്തിൽ നീ ശ്രദ്ധ കൊടുക്കണം. എന്തായാലും നീ ഒരു കാര്യം ചെയ്യ്. പിതം എന്ന് പറഞ്ഞുള്ള ആ ഗനിയിലേക്ക് ചെന്നിട്ട് അവിടെയുള്ള കാര്യങ്ങളൊക്കെ എന്നെ ഒന്ന് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് റാംസിസിന്റെ അടുത്ത് മെഫിസിസ് ഫറോവ പറയുകയാണ്. പക്ഷെ റാംസിക്ക് അത് അത്ര വലിയ ഇഷ്ടപ്പെട്ടിട്ടില്ല. അങ്ങോട്ടേക്ക് പോവാൻ അവന് താല്പര്യമില്ലായിരുന്നു. കുറച്ചു നേരം കഴിഞ്ഞു. റാംസിസ് ഇപ്പൊ അവന്റെ മുറിയിലാണ്. അവനിപ്പോ കുറെ പാമ്പുകളൊക്കെ ദേഹത്തിങ്ങനെ വെച്ചിട്ടുണ്ട്. ഇപ്പൊ അങ്ങോട്ടേക്ക് മോശ കടന്നു വരികയാണ്. മോശ ഇപ്പൊ റാംസി അടുത്ത് പറയുകയാണ്, നിന്റെ അച്ഛൻ നിന്നെ ഏൽപ്പിച്ച ആ ജോലി അത് ഞാൻ ചെയ്തോളാം. റാംസിയും അതിനൊരു മൗനസമ്മതം കൊടുക്കുകയാണ്. ഇപ്പോഴും റാംസിക്ക് എന്തൊരു സംശയങ്ങളുണ്ട്. ഇവൻ തന്റെ അധികാരത്തെ തട്ടിയെടുക്കുമോ എന്നുള്ള ആ ഒരു പേടിയുണ്ട്. അങ്ങനെ മോശ അവന്റെ കുറച്ച് പടയാളികളെയുമായിട്ട് ആ ഒരു സ്ഥലത്തേക്ക് പിതോം എന്ന് പറഞ്ഞ ആ ഒരു ഖനിയിലേക്ക് പോവുകയാണ്. അവിടുത്തെ കാഴ്ച അതൊരു നരകമായിരുന്നു. ലക്ഷക്കണക്കിന് വരുന്ന ഹീബ്രൂസിനെയും കൊണ്ട് അവിടെ അടിമപ്പണി എടുക്കുകയാണ്. വളരെയധികം ദുഃഖകരമായ ഒരു കാഴ്ച തന്നെയാണ്. ഈ ഒരു കാര്യമെല്ലാം നോക്കിക്കൊണ്ട് തന്നെ മോശ അതിലൂടെ ഇങ്ങനെ പോവുകയാണ്. അവൻ നേരെ അവിടുത്തെ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്ന നെഫർ എന്ന മനുഷ്യന്റെ കൊട്ടാരത്തിലേക്ക് പോവുകയാണ്. മോശ പിന്നീട് നെഫറിന്റെ അടുത്ത് ചോദിക്കുകയാണ്, ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ തന്റെ അടുത്ത് പറയാൻ വേണ്ടിയിട്ട്, റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. നെഫർ പറയുകയാണ്, ഇവിടെയുള്ള ജനസംഖ്യ വളരെയധികം കൂടിക്കൂടി വരുന്നുണ്ട്. മരണനിരക്കിനേക്കാൾ കൂടുതൽ ജനന നിരക്കുകളാണ്. അതുകൊണ്ട് തന്നെ അവരെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ രാജ്യത്ത് നിന്നും അല്ലെങ്കിൽ ഈജിപ്തിൽ നിന്നും കുറച്ച് പടയാളികളെ ഇങ്ങോട്ടേക്ക് വിട്ടുതരണം. എന്നാൽ മാത്രമേ അവരെ കൺട്രോൾ ചെയ്യാൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ അവരെ കൊന്നുകളയേണ്ടി വരും. ഇപ്പൊ മോശ പറഞ്ഞു, നെഫർ വെട്ടിത്തരം പറയാതെ ഞാനൊന്ന് പോയി അവിടുത്തെ കാര്യങ്ങളൊക്കെ നിരീക്ഷിച്ചു വരട്ടെ. അപ്പോഴേക്കും ഇവിടെയുള്ള കാര്യങ്ങളൊക്കെ ഒരു റിപ്പോർട്ട് ചെയ്ത് നീ ഇവിടെ തയ്യാറാക്കി വെക്കണം. അങ്ങനെ മോശ പിതോം എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഖനിയുടെ ഉള്ളിലേക്ക് പോവുകയാണ്. ആ മനുഷ്യരുടെ ഇടയിലേക്ക് പോവുകയാണ്. മോശ ഇങ്ങനെ അതിലൂടെ നടന്നുകൊണ്ടിരിക്കുമ്പോ ഒരു അടിമയെ ഒരു സൈനികൻ ചാട്ടാവർ വെച്ച് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ആ മനുഷ്യൻ ചിരിച്ചുകൊണ്ട് ആ അടി മേടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ മോശ ചോദിച്ചു, എന്തിനാണ് അയാൾ തല്ലുന്നത്? അയാൾ എന്തിനാണ് ചിരിക്കുന്നത്? അപ്പൊ ആ സൈനികൻ പറഞ്ഞു, ഇവൻ എപ്പോഴും പ്രശ്നം ഉണ്ടാക്കുന്ന ഒരുത്തനാണ്. അതുപോലെ തന്നെ ഇവന് വേദനയില്ല എന്നാണ് ഇവൻ പറയുന്നത്. ഇപ്പൊ മോശ ചോദിച്ചു, പിന്നെ എന്തിനാണ് അവൻ അടിക്കുന്നത്? മോശ അവന്റെ യാത്ര തുടർന്നു. പിന്നീട് ഒരു സ്ഥലത്ത് ഇരുന്നുകൊണ്ട് തന്നെ ആ ഒരു അടിമകളിലെ പ്രധാനപ്പെട്ട ഓരോ ഗ്രൂപ്പുകളെയും മോശ വിളിച്ചു വരുത്തി കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ്. ഇപ്പൊ ഒരു വൃദ്ധനായിട്ടുള്ള മനുഷ്യനും അയാളുടെ കൂടെയുള്ള കുറച്ച് ആളുകളും വന്നിട്ടുണ്ട്. മോശ അവരുടെ അടുത്ത് സംസാരിക്കുകയാണ്. എന്താണ് നിങ്ങളുടെ പ്രശ്നം? എന്തിനാണ് നിങ്ങൾ കലാപങ്ങളും പ്രക്ഷോഭങ്ങളും ഉണ്ടാക്കുന്നത്? അവർ പറയുകയാണ്, 400 വർഷത്തോളമായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്ന ഒരേ ഒരു കാര്യമേ ഉള്ളൂ. ഞങ്ങൾക്ക് ഇവിടെ നിന്ന് തിരിച്ചു പോകണം. കനാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഞങ്ങളുടെ ജന്മദേശത്തേക്ക് തിരിച്ചു പോകണം. ഞങ്ങളുടെ ദൈവത്തിന്റെ അടുത്തേക്ക്, ഞങ്ങളുടെ ദൈവത്തിനെ ആരാധിക്കാൻ വേണ്ടി ഞങ്ങൾക്ക് അങ്ങോട്ടേക്ക് പോകണം. ദൈവമോ? അങ്ങനെയൊന്നും ഇല്ല. ഇപ്പൊ മോശ അതിനൊക്കെ കലയുകയാണ്. മോശയ്ക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഒന്നും തന്നെ വിശ്വാസമില്ല. ഇപ്പൊ മോശ അയാളുടെ പേര് ചോദിക്കുകയാണ്. അയാൾ പറഞ്ഞു, ആദ്യം നിങ്ങളുടെ പേര് പറ, നിങ്ങൾ ആരാണ്? മോശ പറഞ്ഞു, എന്റെ പേര് മോശ, മെഫിസിസ് ഫറോവയുടെ വളർത്തു മകനാണ് ഞാൻ. ഇത് കേട്ട സമയത്ത് ആ വൃദ്ധനായ മനുഷ്യന് ഒന്ന് അത്ഭുതപ്പെടുകയാണ്. അയാൾ ഇപ്പൊ പതിയെ എണീറ്റ് അവിടുന്ന് പോകാൻ നിൽക്കുകയാണ്. പോകുന്ന സമയത്ത് അയാൾ മോശയോട് രഹസ്യമായി പറഞ്ഞു, എന്റെ പേര് നെൽ. അയാൾ പോയതിനു ശേഷം മോശ അവിടെയുള്ള ബാക്കിയുള്ള ആളുകൾക്ക് കൂടെ സംസാരിക്കുകയാണ്. അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുകയാണ്. അങ്ങനെ അന്നേ ദിവസം വൈകുന്നേരമായി. മോശയും അവന്റെ പടയാളികളും അവിടുന്ന് തിരിച്ചു പോവുകയാണ്. ഇപ്പൊ മോശയുടെ അടുത്തേക്ക് നേരത്തെ ആ അടി വാങ്ങിക്കൊണ്ടിരുന്ന ആ മനുഷ്യനുണ്ടല്ലോ, അയാൾ വന്നിട്ട് പറയുകയാണ്, നിങ്ങളെ നെയിൽ നിന്ന് കാണണം, അദ്ദേഹത്തിന് നിങ്ങളുമായിട്ട് സംസാരിക്കണം. ഇപ്പൊ ഒരു ലെറ്റർ കൊടുത്തിട്ട് ആ മനുഷ്യൻ അവിടുന്ന് പോവുകയാണ്. ആ ഒരു ചെറിയ പേപ്പർ
പേപ്പറിന്റെ കഷ്ണത്തിലുണ്ടായിരുന്നത് ഒരു പ്രത്യേക തരത്തിലുള്ള ചിഹ്നമായിരുന്നു. മോശ പിന്നീട് നെഫറിന്റെ കൊട്ടാരത്തിലേക്ക് പോയി. നെഫറിന്റെ ആ ഒരു എന്താ പറയാ തയ്യാറാക്കി വെച്ചിരുന്ന റിപ്പോർട്ടുകളൊക്കെ മോശ ചെക്ക് ചെയ്തു. അതിലൊക്കെ ഒരുപാട് തിരിമറികൾ നടക്കുന്നതായിട്ട് മോശയ്ക്ക് മനസ്സിലായിട്ടുണ്ട്. അതിനെ ഇപ്പൊ നെഫറിന്റെ അടുത്ത് വാൺ ചെയ്യുകയാണ്. ഇതിന് നീ ശിക്ഷ അനുഭവിക്കും എന്ന് തന്നെ നെഫറിന്റെ അടുത്ത് പറഞ്ഞു. മോശ പിന്നീട് അവിടുന്ന് പോകാൻ നിൽക്കുകയാണ്. ഈ സമയത്ത് നെഫർ പറയുകയാണ്, നിനക്ക് എന്ത് വേണമെങ്കിൽ ഞാൻ തരാം, നിന്നെ എന്ത് വേണമെങ്കിലും സന്തോഷിപ്പിക്കാൻ, നിനക്ക് എന്താണോ ആഗ്രഹം അതെല്ലാം ഞാൻ തരാം. പക്ഷെ അതൊന്നും മൈൻഡ് ചെയ്യാതെ മോശ അവിടെ നിന്ന് തിരിച്ചു പോവുകയാണ്. പോകുന്ന സമയത്ത് ആ നേരത്തെ ഒരാൾ വന്നിട്ട് ഒരു മെസ്സേജ് കൊടുത്തില്ലേ, ആ ഒരു മെസ്സേജ് കൊടുത്ത ആ ഒരു സ്ഥലത്തേക്ക് പോവുകയാണ്, അവരുടെ ആരാധനാലയത്തേക്ക് പോവുകയാണ്. അങ്ങനെ ആ മെസ്സേജിൽ ഉണ്ടായിരുന്ന ഒരു അടയാളമില്ലേ, അത് പതിപ്പിച്ച ഒരു റൂമിന്റെ ഉള്ളിലേക്ക് ഇപ്പൊ മോശ കയറുകയാണ്. അവിടേക്ക് കയറിയ സമയത്ത് അതിന്റെ ഉള്ളിൽ ഇപ്പൊ നൈലുണ്ട്, കുറച്ച് ആളുകളൊക്കെ ഉണ്ട്. ഇപ്പൊ മോശയോട് നെയ്ല് പറയുകയാണ്, എനിക്ക് നിന്നോട് ഒറ്റയ്ക്ക് സംസാരിക്കണം. മോശ പറഞ്ഞു, അവന്റെ കൂടെയുള്ള സൈനികരുടെ പറഞ്ഞു, നിങ്ങൾ തൽക്കാലം ഒന്ന് പുറത്തേക്ക് നിൽക്കുക. ഇപ്പൊ മോശയോട് നെല്ല് ചോദിക്കുകയാണ്, നിന്റെ അച്ഛനെയും അമ്മയും കുറിച്ച് പറ. ഇപ്പൊ മോശ പറയുകയാണ്, അതല്ല ഞാൻ നേരത്തെ പറഞ്ഞത്, എന്റെ വളർത്തച്ഛനാണ് മെഫിസിസ് ഫറോവ, അതുപോലെ തന്നെ എന്റെ അമ്മയുടെ പേരാണ് ബിഥിയ. ഇപ്പൊ നെല്ല് പറയുകയാണ്, ഇതെല്ലാം തെറ്റാണ്, അതൊന്നും സത്യമല്ല. പണ്ട് നീ ജനിക്കുന്ന ആ ഒരു സമയത്തില് ഒരു പ്രവചനം നടക്കുകയുണ്ടായി. ആ സമയത്ത് ജനിക്കുന്ന ഒരു കുഞ്ഞ് ഈ ഒരു അടിമകളെ മോചിപ്പിക്കാനായിട്ട് ഫറോവയ്ക്കെതിരെ യുദ്ധം ചെയ്യും, അവനെ കീഴടക്കും. അതുകൊണ്ട് തന്നെ ആ കാലഘട്ടത്തിൽ ജനിച്ച എല്ലാ കുഞ്ഞുങ്ങളെയും മെഫിസിസ് ഫറോവ കൊന്നുകളയുകയാണ്. പക്ഷെ നിന്റെ അമ്മ നിന്നെ രക്ഷിച്ചു, അവരുടെ സഹോദരിയുടെ കയ്യിൽ നിന്നെ കൊടുത്തു. സഹോദരി നിന്നെ ഒരു കൊട്ടയിലാക്കിയിട്ട് നൈൽ നദിയിൽ ഒഴുക്കി വിട്ടു. അവർക്കറിയാമായിരുന്നു നൈൽ നദിയുടെ കുറച്ച് അപ്പുറത്തായിട്ട് ഫിബിയ എന്ന ആ രാജകുടുംബത്തിൽപ്പെട്ട ഒരു സ്ത്രീ കുളിക്കുന്നുണ്ടായിരുന്നു എന്ന്. അവൾ വിചാരിച്ചതുപോലെ തന്നെ ഫിബിയയുടെ കയ്യിൽ നിന്നെ കിട്ടി. പക്ഷെ ഫിബിയ ഈ കാര്യങ്ങളൊക്കെ മറച്ചു വെച്ചുകൊണ്ട് തന്നെ ഫിബിയ തന്റെ സ്വന്തം മകനായിട്ട് നിന്നെ വളർത്തുകയായിരുന്നു. നീ ശരിക്കും ഒരു ഈജിപ്ഷ്യൻ അല്ല, നീ ഒരു ഹീബ്രു ആണ്, ഹീബ്രു വംശത്തിൽ പെട്ടവനാണ്. പക്ഷെ ഈ കാര്യങ്ങളൊന്നും വിശ്വസിക്കാൻ മോശ തയ്യാറായില്ല. നിങ്ങളുടെ കഥ അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ എന്ന് പറഞ്ഞിട്ട് മോശ അവിടുന്ന് പോവുകയാണ്. ഇപ്പൊ നെല്ല് പറയുകയാണ്, നീ ഞങ്ങളെ സഹായിക്കണം, നീ ഒരു ദൂതനാണ്, നീ ഒരു സംരക്ഷകനാണ്. പക്ഷെ ഇതൊന്നും കേൾക്കാതെ തന്നെ മോശ പിന്നീട് സൈന്യത്തിന്റെ അടുത്തേക്ക് തിരിച്ചെത്തി അവർ ഈജിപ്തിലേക്ക് തന്നെ തിരിച്ചു മടങ്ങുകയാണ്. ഇവരുടെ ഈ സംസാരമൊക്കെ ഉണ്ടല്ലോ, അതായത് മോശയുടെയും നെല്ലിന്റെയും സംസാരം രണ്ട് ഹീബ്രു ചാരന്മാര് കേട്ടിരുന്നു. അവർ ഈ വിവരങ്ങളൊക്കെ നെഫറിന്റെ അടുത്തേക്ക് കൊണ്ടെത്തിക്കുകയാണ്. നെഫർ ഇതൊരു പിടിവള്ളിയാണെന്ന് കരുതി. കാരണം അവന്റെ തിരിമറികളെല്ലാം കൊട്ടാരത്തിൽ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഫറോവ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ തല പോകുമെന്ന കാര്യത്തിൽ അവന് ഉറപ്പായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യം മോശയെ കൊടുക്കാനുള്ള ഒരു ചതിയായിട്ട് തന്നെ ഉപയോഗിക്കാൻ നെഫർ തീരുമാനിച്ചു. ഇതേ സമയം മോശ കൊട്ടാരത്തിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട്. മോശ കൊട്ടാരത്തിലേക്ക് തിരിച്ചെത്തിയ സമയത്ത് അവന്റെ വളർത്തച്ഛനായിട്ടുള്ള മെഫീസ് വളരെയധികം അസുഖം ബാധിച്ച് കിടപ്പിലായിട്ടുണ്ട്. വൈദ്യന്മാരൊക്കെ വന്നിട്ട് അദ്ദേഹത്തെ ചികിത്സിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാലും വളരെയധികം മോശമായ അവസ്ഥയിൽ തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ ആരോഗ്യം. മോശ വന്ന സമയത്ത് എല്ലാവരോടും പുറത്തു പോകാൻ തന്നെ ഇപ്പൊ മെഫിസിസ് ഫറോവ പറയുകയാണ്. അങ്ങനെ എല്ലാവരും പോയി. അവിടെ ഇപ്പോൾ ഒരു ഭാഗത്തായിട്ട് റാംസിസ് നിൽക്കുന്നുണ്ട്. ഇപ്പൊ ഇവരുടെ ഈ അടുപ്പത്തിയൊന്നും റാംസിസിന് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. അങ്ങനെ മോശയും മെഫിസിസ് ഫറോവയും ഒരുപാട് നേരം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ മെഫിസിസ് ഫറോവയ്ക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു മോശയെ. ശരിക്കും ഈ മെഫിസിസ് ഫറോവ കൊല്ലാൻ ഏൽപ്പിച്ച കുട്ടികളിൽ നിന്ന് രക്ഷപ്പെട്ട ഒരുത്തരാണ് ഈ മോശ. പിന്നീട് കുറച്ചു സമയം കഴിഞ്ഞു. മെഫിസിസ് ഫറോവ പതിയെ മരണത്തിലേക്ക് വഴുതി വീഴുകയാണ്. അദ്ദേഹത്തിന്റെ ശവശരീരം നല്ല രീതിയിൽ തന്നെ അവർ പിരമിഡിന്റെ ഉള്ളിലേക്ക് കൊണ്ടുപോയി മറവ് ചെയ്യുകയാണ്. അങ്ങനെ കുറച്ചു ദിവസത്തിന് ശേഷം അടുത്ത ഫറോവയായിട്ട് റാംസിസ് അധികാരത്തിലേക്ക് വരികയാണ്. പ്രൗഢഗംഭീരമായ ഒരു സഭ തന്നെയായിരുന്നു അത്, പരിപാടി തന്നെയായിരുന്നു അത്. അങ്ങനെ റാംസിസ് അധികാരത്തിൽ കയറുകയാണ്. റാംസിസ് അധികാരത്തിൽ കയറിയ സമയത്ത് തന്നെ ഈജിപ്ത് എന്ന ആ നഗരത്തെ, ആ ഒരു പട്ടണത്തെ വളരെയധികം ഉന്നതിയിലേക്ക് എത്തിക്കാനുള്ള നിർമ്മിതികൾക്ക് ആജ്ഞ കൊടുക്കുകയാണ്. പ്രതിമകൾ, ശില്പങ്ങൾ, അങ്ങനെ ഓരോന്ന് നിർമ്മിക്കാനുള്ള കൽപ്പന കൊടുക്കുകയാണ്. അങ്ങനെ അവർ ഓരോ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തുകൊണ്ട് തന്നെ ആ സഭയിൽ നിൽക്കുകയാണ്. അവിടെ ഇപ്പൊ റാംസിസ് ഉണ്ട്, മോശയുണ്ട്. ഇപ്പൊ ഒരു ദൂതൻ വന്നിട്ട് പറയുകയാണ്, ഫറോവയെ കാണാൻ വേണ്ടിയിട്ട് നെഫർ എന്ന് പറഞ്ഞിട്ടുള്ള ആള് വന്നിട്ടുണ്ട്. നെഫറിനെ കണ്ട സമയത്ത് തന്നെ മോശ അയാളുടെ കാര്യക്ഷമതയെ കുറിച്ചും എന്താ പറയാ അഴിമതിയെ കുറിച്ചൊക്കെ ഈ ഫറോവയോട് പറയുകയാണ്. അയാളെ പിടിച്ച് തുറങ്കിൽ അടക്കാൻ പറയുകയാണ്. ഈ സമയത്ത് നെഫർ പറയുകയാണ്, എനിക്ക് രാജാവിന്റെ അടുത്ത്, ഫറോവയുടെ അടുത്ത് ഒന്ന് രഹസ്യമായി സംസാരിക്കണം. ഇപ്പോ ഈ റാംസിസിനും ഈ ഒരു മോശയെ കുറിച്ച് ചെറിയൊരു സംശയം ഉണ്ടല്ലോ, അതുകൊണ്ട് തന്നെ എല്ലാവരെയും അവിടുന്ന് പുറത്താക്കുകയാണ്. ഇപ്പോ നെഫർ ഫറോവയുടെ അടുത്ത് പറയുകയാണ്, എനിക്ക് ചില രഹസ്യങ്ങൾ പറയാനുണ്ട്. അങ്ങനെ അയാൾ അറിഞ്ഞ ആ ഒരു രഹസ്യത്തെ ഫറോവയോട് പറയുകയാണ്. അതായത് മോശ ഒരു ഹീബ്രു ആണെന്നുള്ള കാര്യം. അങ്ങനെ അന്നേ ദിവസം രാത്രിയായിട്ടുണ്ട്. ഇപ്പൊ റാംസിസ് ഫറോവ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് മോശ വരികയാണ്. മോശ ചോദിച്ചു, നിനക്ക് എന്താണ് പറ്റിയത്, എന്താണ് നിന്റെ മുഖത്തൊരു വിഷമം? കാര്യങ്ങളൊക്കെ റാംസിസ് ഫറോവ മോശ എടുത്ത് പറയുകയാണ്. ഇപ്പൊ മോശ പറയുകയാണ്, അങ്ങനെയൊന്നുമില്ല, അതൊക്കെ ഒരു കെട്ടുകഥകളാണ്. ഇപ്പൊ ഫറോവയും പറഞ്ഞു, അങ്ങനെ തന്നെ വിശ്വസിക്കാനാണ് എനിക്കും താല്പര്യം. പക്ഷെ ഞാനിപ്പോ ആകെ ആശയക്കുഴപ്പത്തിലാണ്. എങ്ങാനും നീ ഒരു ഹീബ്രു ആണെങ്കിലോ, നീ ഭാവിയിൽ എന്റെ അധികാരത്തെ തട്ടിയെടുക്കാൻ ശ്രമിച്ചെങ്കിലോ ഞാനിപ്പോ എന്താണ് ചെയ്യേണ്ടതെന്ന് ഇപ്പൊ ആ ഒരു ഫറോവ മോശയോട് തന്നെ ചോദിക്കാണ്. മോശയ്ക്ക് ഇപ്പൊ
ഒന്നും പറയാൻ കഴിയുന്നില്ല. എന്തായാലും കൂടുതൽ തെളിവെടുപ്പുകൾ നടത്തേണ്ടതുണ്ട്. ഇപ്പൊ ഫറോവ ഈ മോശയുടെ വളർത്തമ്മയായിട്ടുള്ള ബിഥിയെ അങ്ങോട്ടേക്ക് വിളിപ്പിക്കുകയാണ്, കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ്. ബിഥിയ പറഞ്ഞു അവൻ എന്റെ മകൻ തന്നെയാണ്. ഇതേസമയം റാംസിയുടെ അമ്മയും അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. ആ സ്ത്രീക്ക് മോശയോട് വളരെയധികം ദേഷ്യം തന്നെയാണ്. അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടേക്കും ചോദിച്ച് അവസാനം ഫറോവ ഈ മോശയുടെ ഒരു സഹോദരി അങ്ങോട്ടേക്ക് വിളിപ്പിക്കുകയാണ്. അങ്ങനെ അവസാനം ആ സഹോദരിയുടെ കൈ ഈ ഫറോവ വെട്ടുമെന്ന അവസ്ഥയിൽ ഒരു രക്ഷയുമില്ലാത്തത് കൊണ്ട് തന്നെ, ഒരു കാര്യമില്ലാതെ തന്നെ മോശ പറയുകയാണ് ഞാനൊരു ഹീബ്രു ആണ്. അവനങ്ങനെ വെറുതെ പറഞ്ഞതായിരുന്നു, കാരണം അവന്റെ സഹോദരിയെ അല്ലെങ്കിൽ ആ ഒരു സ്ത്രീയെ രക്ഷിക്കണമായിരുന്നു അവനെ. അങ്ങനെ റാംസിസ് ഫറോവ മോശയെ തുറങ്കിൽ അടക്കുകയാണ്. വളരെയധികം യാതനകൾ സഹിച്ചുകൊണ്ട് തന്നെ മോശ ആ ഒരു തുറങ്കലിൽ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു സമയത്ത് റാംസിസ് ഫറോവ എടുത്ത് അവന്റെ അമ്മ വന്നിട്ട് പറയുകയാണ് എന്തിനാണ് അവനെ പൂട്ടിയിരിക്കുന്നത്, അവനങ്ങ് കൊന്നു കളഞ്ഞാൽ പോരെ. ഇപ്പൊ റാംസിസ് ദേഷ്യത്തോട് കൂടുതൽ അവന്റെ അമ്മയെടുത്ത് പറയുകയാണ് അവനൊരു ഹീബ്രു അല്ല, ആ സ്ത്രീയെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അവനത് സമ്മതിച്ചത്. എന്തായാലും മോശയെ ഞാൻ ഇവിടുന്ന് നാട് കടത്താൻ പോവുകയാണ്. അവൻ അങ്ങനെ എന്തെങ്കിലും ഒരു ലക്ഷ്യമുണ്ടെങ്കിൽ അവനെ പിന്തുടരാൻ വേണ്ടി ഞാൻ കുറച്ച് ആളുകളെയും അയക്കുന്നുണ്ട്. അങ്ങനെ മോശയെ ആ ഒരു രാജ്യത്തിൽ നിന്നും വളരെയധികം ദൂരത്തേക്ക് നാട് കടത്തുകയാണ്. ആ ഒരു സമയത്ത് അവന്റെ അമ്മയും കൂടെ വരുന്നുണ്ട്. അതുപോലെ തന്നെ മോശയുടെ ആ പദവി ഏറ്റെടുത്ത ഗയാൻ എന്ന് പറഞ്ഞ ഒരു സൈനികനുമുണ്ട്. ഇപ്പൊ ഒരു സ്ഥലത്ത് എത്തിയ സമയത്ത് ഗയാന്റെ അടുത്ത് മോശ ചോദിക്കുകയാണ് ഇവിടുന്ന് പോകുന്നതിന് മുന്നേ എന്റെ അമ്മയോട് ഞാനൊന്ന് സംസാരിച്ചോട്ടെ. ഗയാൻ അതിന് സമ്മതം കൊടുക്കുകയാണ്. ഗയാൻ വളരെയധികം റെസ്പെക്ട് ആണ് കേട്ടോ ഈ മോശയുടെ അടുത്ത്. അങ്ങനെ മോശ ഇപ്പൊ അവന്റെ അമ്മയായിട്ടുള്ള ബിഥിയെ അടുത്ത് സംസാരിക്കുകയാണ്. അങ്ങനെ സംസാരത്തിനൊടുവിൽ ബിഥിയ ആ ഒരു സത്യം മോശയോട് പറഞ്ഞു. ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ ഒരു കൊട്ടയിൽ വെച്ച് നദിയിൽ വെച്ച് ലഭിച്ചതാണ് എനിക്ക് നിന്നെ. എന്തായാലും നീ ഒരു ഹീബ്രു തന്നെയാണ്. അവരെന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമായിരിക്കാനാണ് സാധ്യത. ഈ ഒരു കാര്യം ഒരു ഞെട്ടലോടുകൂടെ മോശ അറിയുകയാണ്. പിന്നീട് അങ്ങോട്ടേക്ക് വന്ന സൈനികർക്ക് നല്ല ആദരവോടുകൂടി തന്നെ മോശ അവിടെ നിന്നും പറഞ്ഞയക്കുകയാണ്. ഫറോവയുടെ കൽപ്പനയാണ്, അതുകൊണ്ട് അവർക്കത് അനുസരിച്ചേ മതിയാകൂ. അങ്ങനെ മോശ തന്റെ കുതിരയുമായിട്ട് ആ ഒരു മരുഭൂമിയിലൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പൊടിക്കാറ്റ്, വെയില്, ഭക്ഷണമില്ല, വളരെയധികം കഷ്ടപ്പെട്ട് തന്നെ മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു സ്ഥലത്ത് വെച്ച് മോശയുടെ കുതിര തളർന്ന് നിലത്ത് വീണു. അതുപോലെ തന്നെ മോശയ്ക്കും നല്ല ക്ഷീണമുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു തുണി പതച്ചുകൊണ്ട് ആ ഒരു മണലിൽ കിടക്കുകയാണ്. പിറ്റേ ദിവസം രാവിലെയായി മോശ കണ്ണു തുറന്നു നോക്കുമ്പോൾ രണ്ടാളുകൾ അവരെ തൊട്ടടുത്തുണ്ട്. മോശ പറയുകയാണ് എന്റെ അടുത്ത് നിങ്ങൾക്ക് തരാൻ വേണ്ടിട്ട് ഒന്നുമില്ല. മോശ വിചാരിച്ചു അത് കൊള്ളക്കാരായിരിക്കുമെന്ന്. പക്ഷെ അവർ കൊള്ളക്കാരായിരുന്നില്ല. അവർ പറയുകയാണ്, അവരിപ്പോ മോശയുടെ പേര് വിളിക്കുകയാണ്. അപ്പോൾ തന്നെ മോശയ്ക്ക് മനസ്സിലായി ഇത് തന്നെ കൊല്ലാൻ വന്നവരാണ്. മോശ പെട്ടെന്ന് തന്നെ അവന്റെ വാളെടുത്ത് നിമിഷ നേരം കൊണ്ട് രണ്ടുപേരെയും അവിടെ വെച്ച് തന്നെ കൊല്ലുകയാണ്. അവരുടെ കയ്യിൽ വസ്ത്രങ്ങളും അതുപോലെ തന്നെ 2 കുതിരകളും ഉണ്ടായിരുന്നു. ആ കുതിരകളും വസ്ത്രവുമായിട്ട് മോശ പിന്നെയും ഒരുപാട് ദൂരം യാത്ര ചെയ്യുകയാണ്. ആ സമയത്തെല്ലാം മോശ സഞ്ചരിക്കുന്ന ആ ഒരു വഴിയുടെ മാപ്പ് ഉണ്ടല്ലോ, അതൊരു മുയലിന്റെ തൊലിയിൽ ഇങ്ങനെ രേഖപ്പെടുത്തുന്നുണ്ടായിരുന്നു. എങ്ങാനും എപ്പോഴെങ്കിലും അത് ആവശ്യം വന്നാലോ എന്ന് കരുതിയിട്ട് അങ്ങനെ ഒരുപാട് ദൂരം യാത്ര ചെയ്തിട്ട് മോശ ഒരു ചെറിയ ഗ്രാമത്തിലേക്ക് എത്തുകയാണ്. അവിടെ ഇപ്പൊ കുറച്ച് സ്ത്രീകൾ ഒരു കിണറ്റിൽ നിന്ന് വളരെയധികം സന്തോഷത്തോടുകൂടി തന്നെ അവരുടെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ചിരിച്ചുകൊണ്ട് തന്നെ ആ ഒരു വെള്ളത്തെ കോരിക്കൊണ്ട് അവരുടെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണ്. ഈ സമയത്താണ് കുറെ ആട്ടിടയന്മാര് അങ്ങോട്ടേക്ക് വന്നിട്ട് ആ സ്ത്രീകൾക്ക് പറയുന്നത് മാറി നിൽക്കൂ, ഞങ്ങള് വെള്ളം എടുത്തോട്ടെ. ഇപ്പൊ ചെറിയൊരു ഭയത്തോട് കൂടി തന്നെ ആ സ്ത്രീകളൊന്ന് പിന്നോട്ട് മാറിയിട്ടുണ്ട്. ഇതേ സമയം മോശ അങ്ങോട്ടേക്ക് വന്നിട്ട് നല്ല ദാഹമുള്ളത് കൊണ്ട് തന്നെ അവിടുത്തെ വെള്ളം കോരി കുടിക്കുകയാണ്. ഇപ്പൊ അവിടെ ഉണ്ടായിരുന്ന ആട്ടിടയന്മാര് പറയാണ് ആദ്യം ഞങ്ങള് എന്നിട്ട് നീ. ഇപ്പൊ മോശ അവന്റെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു വാളുണ്ടല്ലോ അത് നിലത്ത് കുത്തിയുകയാണ്. ഇപ്പൊ എല്ലാവരും ഒന്ന് പേടിച്ചു പോയി. മോശ പറഞ്ഞു ആദ്യം സ്ത്രീകൾ, അതിനുശേഷം നിങ്ങൾ. ഇപ്പൊ ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന സ്ത്രീകളിൽ ഒരാളായിട്ടുള്ള സിപ്പോറ ഈ മോശയെ കൂട്ടിയിട്ട് അവരുടെ വീട്ടിലേക്ക് പോവുകയാണ്. സിപ്പോറ എന്ന് പറയുന്നത് ആ ഗ്രാമത്തിലെ ഒരു തലവന്റെ മകളായിരുന്നു. ഇപ്പൊ ആ ഗ്രാമത്തിലെ തലവൻ മോശയോട് ചോദിക്കുകയാണ് നിങ്ങൾ ആരാണ്, നിങ്ങളുടെ കാര്യങ്ങളൊക്കെ പറയും. ഇപ്പൊ മോശ ചോദിക്കുകയാണ് നിങ്ങളുടെ മകൾ എങ്ങനെ ഇങ്ങോട്ട് കൂട്ടി കൊണ്ടത് ഭക്ഷണം തരാമെന്ന് പറഞ്ഞിട്ടാണ്, എന്തിനാണ് വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ നിങ്ങൾ ചോദിക്കുന്നത്. ഇപ്പൊ ആ ഗ്രാമത്തിലെ തലവനും നല്ലവനായ മനുഷ്യൻ പറയുകയാണ് ശരി നീ പറഞ്ഞില്ലെങ്കിൽ കുഴപ്പമില്ല, നിനക്കുള്ള ഭക്ഷണങ്ങളും താമസ സൗകര്യം എല്ലാം ഞങ്ങൾ ഒരുക്കി തരാം, ഇന്നേ ദിവസം നീ ഇവിടെ നിന്നോളൂ. അങ്ങനെ മോശ അവിടെ നിൽക്കുകയാണ്. പക്ഷെ മോശ അവിടെ നിന്ന് പെട്ടെന്നൊന്നും പോയില്ല, കാരണം മോശയ്ക്ക് പോകാൻ മറ്റൊരു ഇടമില്ല. ഈ ഒരു സമയത്ത് മോശയെടുത്ത് സിപ്പോറ വന്ന് സംസാരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ സിപ്പോറ സംസാരിച്ചു. നിങ്ങൾ വരുന്നത് ഈജിപ്തിൽ നിന്നാണ് എനിക്കറിയാം, അവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു തരുമെന്ന് സിപ്പോറ ചോദിക്കുകയാണ്. ഇപ്പൊ മോശ പറയുകയാണ് ശരിയാണ്, അത് വലിയൊരു നഗരമാണ്, പക്ഷെ ജീവിക്കാൻ എന്തുകൊണ്ടും നല്ലത് നിങ്ങളുടെ ഈ ഒരു ഗ്രാമം തന്നെയായിരിക്കും. മോശ ഇപ്പോ ആ ഗ്രാമത്തലവന്റെ ആടുകളെയൊക്കെ മേയ്ക്കാനും അതിന്റെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി സഹായിച്ചു കൊടുക്കുകയാണ്. കാരണം മോശയ്ക്ക് മറ്റൊന്നും ചെയ്യാനില്ല, എങ്ങോട്ടും പോകാനുമില്ല. ഈ ഒരു സമയത്തില് മോശയും സിപ്പോറയും തമ്മിൽ മാനസികമായിട്ട് അടുക്കുകയാണ്. അങ്ങനെ അവരുടെ വിവാഹത്തെ അവരുടെ അച്ഛൻ നടത്തി കൊടുക്കുകയാണ്. ആ ഗ്രാമത്തിലുള്ള സാധുക്കളായിട്ടുള്ള എല്ലാ മനുഷ്യരും ആ ഒരു വിവാഹത്തിൽ ഒത്തുകൂടി നല്ല രീതിയിൽ തന്നെ ആ ഒരു ചടങ്ങ് അവിടെ തീരുകയാണ്. സന്തോഷമായിട്ട് തന്നെ സിപ്പോറയും അതുപോലെ തന്നെ മോശ
മോശയും ജീവിക്കുകയാണ്. അങ്ങനെ ഏകദേശം 9 വർഷത്തോളമായിട്ടുണ്ട് ഇപ്പൊ മോശ ആ ഒരു ഗ്രാമത്തിൽ തന്നെയാണ് ജീവിക്കുന്നത്. ഇതേ സമയം ഈജിപ്തില് റാംസിസ് ഫറോവ അവന്റെ ഓരോ പുതിയ നിയമങ്ങളും പരിഷ്കാരങ്ങളും എല്ലാം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു നഗരത്തിന്റെ മുഖച്ഛായ തന്നെ റാംസിസ് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. വലിയ വലിയ കെട്ടിടങ്ങൾ, ശിലകൾ എല്ലാം പണിത് ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. റാംസിസ് അവന്റെ ഭീമാകാരമായ ഒരു ശില തന്നെ അവിടെ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനു വേണ്ടിയിട്ട് കുറെ ആളുകളെ അങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്, അടിമകളെ കൊണ്ടുവന്നിട്ടുണ്ട്. അവനൊരു ദൈവത്തെ പോലെയാണ്. അവന്റെ മുന്നിൽ എല്ലാവരും മുട്ടുകുത്തി നിൽക്കണം. വളരെയധികം മോശമായ അവസ്ഥയിലേക്ക് തന്നെയാണ് റാംസിസ് ഫറോവ എത്തി നിൽക്കുന്നത്. ഇപ്പോ അധികാരത്തിന്റെ അഹങ്കാരത്തിന്റെ ഏറ്റവും അഗ്രഭാഗത്തായിട്ട് ഇപ്പൊ അവിടെ ഉണ്ടായിരുന്ന സൈനികർക്ക് അല്ലെങ്കിൽ ശില്പികൾക്കൊക്കെ ഈ റാംസിസ് ഫറോവ പറയുകയാണ്, എന്തായി ഈ ശിലയുടെ പണി, എന്റെ പുതിയ കൊട്ടാരത്തിന്റെ പണി ഒന്നും കഴിഞ്ഞിട്ടില്ലല്ലോ, എത്രയും പെട്ടെന്ന് തന്നെ അതെല്ലാം നടപ്പിലാകൂ, തീർക്കൂ അതിന്റെ പണികൾ. റാംസിസ് ഫറോവ എന്ന ഈ ഒരു ഒറ്റ ഫറോവയുടെ ആഗ്രഹത്തിന് അല്ലെങ്കിൽ അയാളുടെ ആശകൾക്ക് വേണ്ടിയിട്ട് എത്രയോ ലക്ഷക്കണക്കിന് വരുന്ന ഹീബ്രൂസ് ആയിട്ടുള്ള മനുഷ്യരുടെ രക്തം അവിടെ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. പകല് മുഴുവൻ എല്ലുമുറിയെ അവരെ കൊണ്ട് പണിയെടുപ്പിച്ചുകൊണ്ടിരുന്നു. ഇതേ സമയം ആ ഒരു ചെറിയ ഗ്രാമത്തിൽ മോശ അവന്റെ ആ ഒരു ചെറിയ ജീവിതമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. മോശയ്ക്ക് ഒരു ആൺകുട്ടിയുണ്ട്. അവനുമായിട്ട് എന്താ നല്ല രീതിയിൽ തന്നെ സൗഹൃദത്തിലാണ്. അവർ രണ്ടുപേരും ഇങ്ങനെ ഓരോ ചെറിയ കളികളൊക്കെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ അവിടെ തൊട്ടടുത്തുണ്ടായിരുന്ന ഒരു വലിയ മലയെ നോക്കിയിട്ട് ഈ മോശയുടെ മകൻ പറയുകയാണ്, ഓ വല്ലാത്തൊരു മല തന്നെ. ഇപ്പൊ മോശ തന്റെ മകനായിട്ടുള്ള ഗർഷോമിന്റെ അടുത്ത് ചോദിക്കുകയാണ്, നിനക്ക് ആ മലയുടെ മുകളിൽ കയറാൻ ആഗ്രഹമുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹമുണ്ടോ? ഇപ്പൊ ഗർഷോം പറയുകയാണ്, പാടില്ല പാടില്ല, ആ മലയുടെ മുകളിലേക്ക് കയറാൻ പാടില്ല, അതാണ് അമ്മയുടെ വിശ്വാസം, അവരുടെ എല്ലാം വിശ്വാസം. മോശ ചോദിച്ചു, അതെന്താണ്? ഇപ്പൊ ഗർഷോം പറയുകയാണ്, അത് ദൈവത്തിന്റെ മലയല്ലേ, അങ്ങോട്ടേക്ക് ഞങ്ങൾ കയറാൻ പാടില്ലല്ലോ. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിരുന്നല്ലോ, മോശയ്ക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും ഒരു വിശ്വാസവുമില്ല. ഈ കാര്യങ്ങളത്തേക്ക് മകന് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പൊ ഈ ഒരു കാര്യത്തെ അവന്റെ ഭാര്യയായിട്ടുള്ള സിപ്പോറ എതിർക്കുകയാണ്. നിങ്ങൾക്ക് വിശ്വാസമില്ലെങ്കിൽ പോട്ടെ, അവന്റെ വിശ്വാസങ്ങളെ നിങ്ങൾ തകർക്കാൻ നിൽക്കണ്ട. മോശ ഈ ഗ്രാമത്തിൽ വെറുതെ നിൽക്കുമെന്നല്ല കേട്ടോ, നല്ല രീതിയിൽ തന്നെ അധ്വാനിച്ച് ഒരുപാട് ആട്ടിൻ പറ്റങ്ങൾ തന്നെ മോശയ്ക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ അന്നേ ദിവസം രാത്രി ആയിട്ടുണ്ട്, ഇടിയുണ്ട്, മിന്നലുണ്ട്. ആ ഒരു മലയുണ്ടല്ലോ, അതിന്റെ മുകളിലേക്ക് കുറച്ച് ആടുകളുമായിട്ട് അന്നേ ദിവസം രാത്രി തന്നെ മോശ കയറാൻ ശ്രമിക്കുകയാണ്. എന്തിനു വേണ്ടിയാണ് മോശ ആ മലയുടെ മുകളിലേക്ക് കയറിയതെന്ന് അറിയില്ല. അദ്ദേഹം ഇപ്പോൾ അദ്ദേഹത്തിന്റെ ആടുകളുമായിട്ട് ആ മലയുടെ മുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. നല്ല രീതിയിൽ തന്നെ മഴ പെയ്യുന്നുണ്ട്, ഇടിമിന്നൽ എറിയുന്നുണ്ട്. ഇപ്പൊ മോശ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യം സംഭവിക്കുകയാണ്. ഉരുൾപൊട്ടുകയാണ്. മണ്ണും കല്ലും എല്ലാം കൂടി മിക്സ് ആയിട്ടുള്ള ഒരു ചളിയുടെ രൂപത്തിൽ ഒലിച്ച് താഴേക്ക് ഇറങ്ങിയാണ്. അതിന്റെ ഇടയിൽ മോശ പെട്ടുപോയി. മോശ അതിൽ നിന്നും ഒലിച്ച് താഴേക്ക് വരികയാണ്. ബോധം പോയിട്ടുണ്ട്. കുറച്ചു നേരം കഴിഞ്ഞു മോശയ്ക്ക് ബോധം വന്നിട്ട് കണ്ണു തുറന്നു നോക്കുമ്പോ കാണുന്നത് അദ്ദേഹത്തിന്റെ ശരീരം മുഴുവൻ ചളിയുടെ ഉള്ളിലാണ്. മുഖം മാത്രമേ പുറത്തുള്ളൂ. എണീക്കാൻ കഴിയുന്നില്ല. തീർച്ചയായിട്ടും കാലുകളും എല്ലാം ഒടിഞ്ഞിട്ടുണ്ടാവണം. മോശ ഇപ്പൊ ചുറ്റൊന്ന് നോക്കുകയാണ്. അപ്പൊ കുറച്ച് അപ്പുറത്തായിട്ട് ഒരു കുറ്റിച്ചെടി ഇങ്ങനെ നിന്ന് കത്തുന്നുണ്ട്, വല്ലാത്തൊരു പ്രകാശവുമായിട്ട്. അപ്പൊ മോശയ്ക്ക് മനസ്സിലായി അവിടെ ആരും നിൽക്കുന്നുണ്ടെന്ന്. മോശ പറഞ്ഞു, എന്നെ ഒന്ന് സഹായിക്ക്, എന്റെ കാലുകളൊക്കെ പൊട്ടിയിട്ടുണ്ട്, എനിക്ക് എഴുന്നേൽക്കാൻ കഴിയുന്നില്ല. ഇപ്പൊ ആ മനുഷ്യൻ മോശയുടെ കുറച്ചടുത്തേക്ക് വരികയാണ്. ശരിക്കും അതൊരു വലിയ ആളൊന്നും അല്ല, 10 വയസ്സായിട്ടുള്ള ഒരു ചെറിയ കുട്ടിയായിരുന്നു. ആ കുട്ടി എടുത്തപ്പോ മോശ ചോദിക്കാണ്, നീ ആരാണ്? ഇതേ സമയത്ത് ആ കുട്ടി ചോദിക്കാണ്, നീ ആരാണെന്ന് ആദ്യം പറ. മോശ പറഞ്ഞു, ഞാനൊരു ഇടയനാണ്. ഈ സമയത്ത് ആ കുട്ടി പറയുകയാണ്, ഇടയനാണോ? ഞാൻ കരുതി നീ ഒരു പടയാളിയായിരിക്കുമെന്ന്. ആ കുട്ടിയുടെ സംസാരമൊക്കെ കേൾക്കുമ്പോ മോശ ഇപ്പൊ അത്ഭുതത്തോടുകൂടെ ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ്. ആ കുട്ടി പറഞ്ഞു, ഞാൻ വിചാരിച്ചു നീ ഒരു പടനായകനായിരിക്കുമെന്ന്, ഒരു പോരാളിയായിരിക്കുമെന്ന്. എനിക്കൊരു പോരാളിയെ വേണം. ഇപ്പൊ മോശ ചോദിച്ചു, എന്തിനു വേണ്ടി? ആ കുട്ടി പറഞ്ഞു, യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട്. മോശ ചോദിച്ചു, ആരോടാണ് ഞാൻ യുദ്ധം ചെയ്യേണ്ടത്? ഇപ്പൊ ആ കുട്ടി ചോദിക്കാണ്, അത് നിനക്ക് അറിയില്ലേ? നീ സംരക്ഷിക്കേണ്ട ആ മനുഷ്യരെ നിനക്ക് അറിയില്ലേ? ഹീബ്രൂസിനെ അറിയില്ലേ? അല്ലെങ്കിൽ നീ അവരിൽ പെട്ടവനല്ലേ? പിന്നീട് കൂടുതൽ കാര്യങ്ങളൊന്നും പറയാതെ തന്നെ ഒരു പ്രത്യേക രീതിയിൽ പ്രകാശത്തോട് കൊടുത്തിന് ആ കുട്ടി അവിടെ നിന്ന് മറഞ്ഞു പോവുകയാണ്. മോശ ഇപ്പൊ പതിയെ പതിയെ ചളിയിലേക്ക് താന്നു പോകുന്നുണ്ട്. പിന്നീട് ആരികയെ ചേർന്ന് മോശയെ രക്ഷിച്ചിട്ടുണ്ടാവണം. അദ്ദേഹം കണ്ണു തുറക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ തൊട്ടടുത്തായിട്ടാണ് സിപ്പോറ ഉണ്ട്. അദ്ദേഹത്തിന് ആവശ്യമായുള്ള ചികിത്സകളൊക്കെ നൽകിക്കൊണ്ടിരിക്കുകയാണ്. ശരീരം മുഴുവനായിട്ടും ആകെ അലങ്കോലമായിട്ടുണ്ട്, എല്ലുകൾ പൊട്ടിയിട്ടുണ്ട്, ശരീരത്തിൽ നിറയെ മുറിയാണ്. മോശ ഇപ്പൊ തനിക്ക് ആ മലയിൽ വെച്ചുണ്ടായ അനുഭവങ്ങളൊക്കെ സിപ്പോറയെടുത്ത് പറയുകയാണ്. ഒരു ഭ്രാന്തമായ അവസ്ഥയിലാണ് മോശ ഇങ്ങനെ പറയുന്നത്. വെളിച്ചം കണ്ടു, ആ ഒരു കുട്ടിയെ കണ്ടു, പെട്ടെന്ന് കാണാതായി, അങ്ങനെ പല രീതിയിലും. സിപ്പോറ പറഞ്ഞു, ഇത് നിങ്ങളുടെ വീഴ്ചയിലുള്ള ആഘാതത്തിൽ പറ്റിയതായിരിക്കും, നിങ്ങൾ കുറച്ചു നേരം വിശ്രമിക്കൂ. അങ്ങനെ കുറച്ച് ദിവസങ്ങളൊക്കെ കഴിഞ്ഞു പോയിട്ടുണ്ട്. പക്ഷെ മോശ ഒരു തീരുമാനം എടുക്കുകയാണ്, തന്റെ ജനതയുടെ അടുത്തേക്ക് തിരിച്ചു പോകുമെന്ന്, ഈജിപ്തിലേക്ക് തിരിച്ചു പോകുമെന്ന്. ഈ ഒരു കാര്യം തന്റെ ഭാര്യയെ അറിയിച്ച സമയത്ത് അവൾ വല്ലാതെ തന്നെ ദേഷ്യപ്പെട്ടു. കാരണം താൻ ഒരുപാട് സ്നേഹിക്കുന്ന തന്റെ ഭർത്താവ് മോശയാണ് ഇവിടുന്ന് പോകാൻ പോവുകയാണ്. തന്റെ മകനായ ഗർഷോമിന്റെ അടുത്ത് മോശ യാത്ര പറയുകയാണ്. പക്ഷെ മകൻ വളരെയധികം വിഷമത്തിൽ തന്നെ അവിടുന്ന് പോവുകയാണ്. ഇപ്പൊ അവസാനമായിട്ട് മോശ തന്റെ ഭാര്യയായിട്ടുള്ള സിപ്പോറയുടെ അടുത്ത് യാത്ര പറയുകയാണ്. സിപ്പോറ ചോദിച്ചു, നിങ്ങൾക്കൊന്ന് പോകാതിരിക്കാൻ പറ്റുമോ? പക്ഷെ മോശയ്ക്ക് പോകാതിരിക്കാൻ കഴിയില്ലായിരുന്നു. മോശ അവിടുന്ന് പോവുകയാണ്, ഈജിപ്തിലേക്ക് പോവുകയാണ്. മോശ വന്ന ആ വഴികളൊക്കെ ഒരു വിധത്തിലൊക്കെ ഓർമ്മയുണ്ടായിരുന്നു. ആ ഒരു ധാരണയിൽ മോശ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
കുറെ ദിവസത്തെ യാത്രയ്ക്ക് ശേഷം ഈജിപ്തിലേക്ക് തിരിച്ചെത്തി. പിത്തോം എന്ന ആ ഖനിയിലേക്കാണ് ആദ്യമായിട്ട് മോശ പോകുന്നത്. അവിടുത്തെ ആ ഒരു ജനങ്ങളുടെ അവസ്ഥ വളരെയധികം നരകയാതന തന്നെയായിരുന്നു ആ മനുഷ്യർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പിത്തോമിലേക്ക് എത്തിയ മോശ ആദ്യം തന്നെ ചെന്നത്, മോശ ഈ ഒരു സ്ഥലത്തേക്ക് പണ്ട് വന്ന സമയത്ത് നെൽ എന്ന് പറഞ്ഞ മനുഷ്യനുമായിട്ട് ഒരു ദേവാലയത്തിൽ വെച്ച് സംസാരിച്ചില്ലേ, അങ്ങോട്ടേക്കായിരുന്നു. ദേവാലയം എന്ന് പറഞ്ഞ അത്ര വലിയ സ്ഥലമൊന്നുമല്ല, ഒരു ഗുഡിസം മുറി, അവർ രഹസ്യമായിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു സ്ഥലം, അല്ലെങ്കിൽ അവരുടേതായ നീക്കങ്ങൾ നടത്തുന്ന ആ ഒരു സ്ഥലം. അങ്ങോട്ടേക്ക് മോശ എത്തിയിട്ടുണ്ട്. അവിടെ എത്തിയ മോശ ആ മുറിയുടെ വാതിൽ മുട്ടി. അതിപ്പോ തുറന്നത് ജോഷ എന്ന് പറഞ്ഞിട്ടുള്ള ആ പണ്ട് അടികൊണ്ടിരിക്കുമ്പോ ചിരിച്ചുകൊണ്ടിരിക്കുന്ന ആ അടിമയല്ലേ, അവനായിരുന്നു. ഇപ്പൊ ജോഷുവിന്റെ മോശ ചോദിക്കാണ്, എന്നെ മനസ്സിലായോ? ഇപ്പൊ അങ്ങോട്ടേക്ക് പെട്ടെന്ന് തന്നെ നെല്ല് വരികയാണ്. അങ്ങനെ അവർ മുറിയിലേക്ക് മോശയെ കയറ്റിയിട്ടുണ്ട്. മോശ അവരുടെ സംസാരിക്കുകയാണ്, അവരെ സഹായിക്കാം, അവരെ ഈ അടിമത്തിൽ നിന്ന് രക്ഷിക്കാമെന്ന് മോശ അവർക്ക് വാക്ക് കൊടുക്കുകയാണ്. അവർക്ക് എല്ലാവർക്കും വളരെയധികം സന്തോഷമായിട്ടുണ്ട്. തങ്ങളുടെ രക്ഷകൻ ഇതാ തങ്ങളുടെ ഇടയിലേക്ക് എത്തിയിരിക്കുന്നു. ഇതേ സമയം കൊട്ടാരത്തില് റാംസിസ് ഫറോവ രാത്രി ആയിട്ടുണ്ടെങ്കിലും അവൻ ഉറങ്ങാൻ കഴിയുന്നില്ല. എന്തൊക്കെയോ അവനെ അലട്ടുന്നുണ്ടായിരുന്നു. അവൾ കട്ടിൽ നിന്ന് എണീച്ച് കുറച്ച് അപ്പുറത്തായിട്ട് തന്റെ മകനെ ഒരു തൊട്ടിൽ കിടത്തിയിട്ടുണ്ട്. അവനെ നോക്കിക്കൊണ്ട് കുറച്ചു നേരം നിന്നു. പിന്നീട് പുറത്തേക്ക് വരികയാണ്. ഈ റാംസിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കുറച്ച് കുതിരകൾ ഉണ്ടായിരുന്നു, വെള്ള കുതിരകൾ. അവരുടെ വീട് അടുത്തേക്ക് എത്തിയിട്ട് അവരിങ്ങനെ തലോടിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്നാണ് റാംസിയുടെ കഴുത്തില് ഒരു വാള് വന്നിങ്ങനെ നിൽക്കുന്നത്. അത് മറ്റാരുമായിരുന്നില്ല വെച്ചത്, മോസസ് ആയിരുന്നു. മോശയെ കണ്ട സമയത്ത് റാംസിസ് ആകെ ഒന്ന് ഞെട്ടിപ്പോവുകയാണ്. മോസസ്, നീ മരിച്ചില്ലേ? നീ എങ്ങനെയാണ് വീണ്ടും ഇങ്ങോട്ടേക്ക് എത്തിയത്? ഇപ്പൊ റാംസിസിന്റെ അടുത്ത് മോശ പറയുകയാണ്, ഇല്ല, ഞാൻ മരിച്ചിട്ടില്ല. നീ അയച്ച ആ 2 കൊലയാളികളും ഞാൻ കൊന്നിട്ടുണ്ടായിരുന്നു. ഇപ്പൊ റാംസിസ് പറയുകയാണ്, അത് അയച്ചത് ഞാനല്ല, അതെന്റെ അമ്മയായിരിക്കും. ഇപ്പൊ മോശ പറയുകയാണ്, വെറുതെ നുണ പറഞ്ഞ് രക്ഷപ്പെടാൻ നോക്കണ്ട. ഞാനിപ്പോ ഇങ്ങോട്ടേക്ക് വന്നത് നിന്റെ അടുത്ത് ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. അതെല്ലാം പോട്ടെ, എന്തായി ഈ രാജ്യത്തിന്റെ അവസ്ഥ? ഇപ്പൊ റാംസിസ് പറയുകയാണ്, നീ കണ്ടില്ലേ, രാജ്യം ഇപ്പൊ ഏറ്റവും നല്ല ഉന്നതിയിലാണ്, എല്ലാവർക്കും സന്തോഷം സമാധാനമാണ്. ഈ സമയത്ത് മോശ ചോദിക്കുകയാണ്, ശരി ശരി, അങ്ങനെയാണെങ്കിൽ അടിമകളുടെ കാര്യം എന്താണ്? അവരുടെ കാര്യം നീ പറ, അവരുടെ അവസ്ഥ എന്താണ്? റാംസിസ് പറഞ്ഞു, അവരടിമകളല്ലേ, അവരുടെ കാര്യം എന്തിനാണ് നോക്കുന്നത്? ഇപ്പൊ മോശ പറഞ്ഞു, അവരടിമകളായിരിക്കും, പക്ഷെ അവർ എന്റെ ജനതയാണ്, അവരെ നീ വിട്ടയക്കണം, അവരെ നീ മോചിതരാക്കണം. ഇത് പറഞ്ഞുകൊണ്ട് മോശ അവിടുന്ന് പോവുകയാണ്. പിറ്റേ ദിവസം രാവിലെ ആയിട്ടുണ്ട്. ഫറോവ പെട്ടെന്ന് തന്നെ ഒരു യോഗത്തെ വിളിച്ചു കൂടുകയാണ്. തലേ ദിവസം ഇങ്ങനെയൊരു സംഭവം ഉണ്ടായി, മോശ തിരിച്ചെത്തിയിട്ടുണ്ട്. ആ ഒരു സഭയിൽ വലിയൊരു സ്ഥാനത്ത് തന്നെ നിൽക്കുന്നുണ്ട് നെഫർ, അതായത് മോശയെ ഒറ്റ കൊടുത്ത ചതിച്ച ആ ഒരു ആള്. ഇപ്പൊ റാംസിസ് ഫറോവ അവന്റെ പടയാളികൾക്ക് കൽപ്പന കൊടുക്കുകയാണ് മോസസിനെ കൊല്ലാൻ വേണ്ടിയിട്ട്. പടയാളികൾക്ക് പോകാൻ നേരത്തെ ഫറോവ ഒരു കാര്യം കൂടെ പറയുകയാണ്, മോശയെ മാത്രം കൊന്നാൽ പോരാ, അവന്റെ കുടുംബത്തെ മുഴുവനായിട്ട് നശിപ്പിക്കണം. ഞാൻ പറഞ്ഞില്ല, അഹങ്കാരത്തിന്റെയും ആ ഒരു ക്രൂരതയുടെയും ഏറ്റവും അഗ്രഭാഗത്താണ് ഇപ്പോ റാംസിസ് ഫറോവ നിൽക്കുന്നത്. അങ്ങനെ ഹീബ്രൂസ് എന്ന ആ അടിമകൾ താമസിക്കുന്ന ആ ഒരു തെരുവിലേക്ക് ഫറോവയുടെ സൈന്യം ഇരച്ചു കയറുകയാണ്. സ്ത്രീകളെന്നില്ല, കുട്ടികളെന്നില്ല, വൃദ്ധരെന്നില്ല, യുവാക്കളെന്നില്ല, എല്ലാവരെയും വെട്ടിക്കൊന്നുകൊണ്ടിരിക്കുകയാണ്. സ്ത്രീകളും കുട്ടികളുമുള്ള ആ ഒരു വീട്ടിലേക്ക് തീപ്പന്തകൾ എറിഞ്ഞുകൊണ്ട് തന്നെ അതിന്റെ വാതിലുകൾ അടച്ചിടുകയാണ്. വെന്ത് മരിക്കുകയാണ് ആ സാധുക്കൾ അവിടെ വെച്ച്. ക്രൂരമായിട്ട് തന്നെ അവരെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരോടും ചോദിക്കുന്നുണ്ട് മോശ എവിടെ, പക്ഷെ ആർക്കും അറിയില്ല, അല്ലെങ്കിൽ ആരും പറയുന്നില്ലായിരുന്നു. പിന്നീട് ഓരോ കുടുംബങ്ങളെയും കൊണ്ടുവന്നിട്ട് ഭാര്യയും ഭർത്താവിനെയും അവരുടെ മക്കളെയും ഒരുമിച്ച് തൂക്കിലിടുകയാണ് ഈ ഫറോവ. എല്ലാവർക്കുമുള്ള വാണിംഗ് ആയിട്ട് തന്നെ അയാൾ അത് കൊടുക്കുകയാണ്. ഇനി ഈ കഥയുടെ 2ാം ഭാഗം നമുക്ക് വീഡിയോയുടെ 2ാം ഭാഗത്തിലൂടെ കേൾക്കാം. എന്തായാലും കഥയുടെ ക്ലൈമാക്സ് വളരെയധികം രസമാണ്, കാണാനും കേൾക്കാനും ഒരുപാട് രസമായിരിക്കും. ഇനി ഈ രാജ്യത്തിലേക്ക് ഒരുപാട് ശാപങ്ങൾ വരാൻ പോകുന്നുണ്ട്. മുതലകൾ നൈൽ നദിയിൽ നിറഞ്ഞുകൊണ്ട് തന്നെ ആ നദിയുടെ നിറം ചുവപ്പ് നിറമാകും. കോടിക്കണക്കിന് തവളകൾ ആ രാജ്യത്തിൽ വന്ന് നിറയും. അതിലൂടെ ഈച്ചകൾ നിറയും. അവർ പോറ്റി വളർത്തുന്ന മൃഗങ്ങൾ ചത്തു വീഴും. വെട്ടുകിളികൾ അവരുടെ രാജ്യത്തെ കൃഷി മുഴുവൻ നശിപ്പിക്കും. അവസാനം വലിയൊരു ശാപം കൂടെ അവരുടെ രാജ്യത്തിന് വരാനിരിക്കുന്നുണ്ട്. എന്തായാലും എല്ലാം നമുക്ക് 2ാം ഭാഗത്തിലൂടെ കേൾക്കാം. അപ്പൊ നാളെ തന്നെ വീഡിയോ ഉണ്ടാകുന്നതാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ആ ഒരു വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. എന്നാൽ പിന്നെ എന്ന് പറയുന്നത് പോലെ തന്നെ കഥകൾ കേൾക്കാൻ